കവർച്ച നടന്ന ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, പരിശോധന നടത്തുന്നുണ്ട്. സൂരജ് തുടരാം. സൂരജ്, ഒരു കാര്യം കൂടെ. സൂരജ്, ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം 2 ജീവനക്കാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത് എന്നതാണ്. കാരണം സൂരജ് തന്നെ പറഞ്ഞു, അതൊരു പ്രധാന ശാഖയാണ്. ഫെഡറൽ ബാങ്ക് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, അത്രയും ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നതാണ്. വ്യക്തമാണ്, വലിയ ബാങ്കാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ കൂടിയാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടാകും, അതുപോലെ മറ്റു പലരും ഉണ്ടാവും. ഒരു ബാങ്കിൽ നമുക്ക് ചെന്നാൽ അറിയാം, അത്രയും സുരക്ഷിതമാണ് ബാങ്കിലെ കാര്യങ്ങൾ. എന്നിട്ട് ഇത് വരുന്നു, ഇവരെ 2 പേരെ ബന്ദിയാക്കി മോഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ വല്ലാതെ അത്ഭുതം തോന്നുന്നു. തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഈ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു. അതാണ് ഈ ഒരു വലിയ കവർച്ചയ്ക്ക് ഇവർക്ക് സാധ്യമായതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായി ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം അത് അവർ നടത്തിയിരുന്നു. അല്ലെങ്കിൽ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളായിരിക്കും. ഈ ബാങ്കിന് സെക്യൂരിറ്റി ജീവനക്കാരനില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതാണ് ഈ മോഷണത്തിന് ഏറ്റവും സൗകര്യപ്രദം ഒരുക്കിയത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉള്ള അല്ലെങ്കിൽ ബാങ്കിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കാം മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസും അനുമാനിക്കുന്നത്. കൃത്യമായി ബാങ്കിനെ കുറിച്ച് ധാരണകൾ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ഇവിടത്തെ ഒരു ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഈ കൃത്യമായ ഒരു ലോക്ക് ഇട്ടല്ല ഇവിടുത്തെ ഡോറുകൾ പൂട്ടിയിരുന്നത്. അതിന് പകരം ഒരു ഡോർ ചാരി ഇട്ടതിന് ശേഷം അതിലൊരു കസേര ഇട്ട്, അതായത് ക്യാഷ് കൗണ്ടറിൽ നിന്നാണ് ഈ പണം കവർന്നിരിക്കുന്നത്. അവിടെ ഈ ക്യാഷ് കൗണ്ടറിന്റെ ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പകരം അവിടെ ഈ ഡോർ ചാരി ഇട്ടതിന് ശേഷം ഒരു കസേര വെച്ച് താൽക്കാലികമായി ഇതൊരു ലോക്കിംഗ് സിസ്റ്റം പോലെ ഈ കസേര വെച്ച് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബാങ്ക് ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായിരിക്കുന്ന വിവരം. അങ്ങനെ ഇവിടെ എത്തുന്ന ഈ പണം കവരാനെത്തുന്ന ആളുകൾ ഈ ആയുധം ചൂണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. മാനേജരും അതോടൊപ്പം ഒരു ജീവനക്കാരനും മാത്രമാണ് ഈ സമയം ഉണ്ടായിരുന്നത്. അവരെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഈ ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ച് അതിനകത്ത് കയറി ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണമാണ് കവർന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് എത്ര രൂപയുണ്ട് എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ അത് ഈ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ. അതിൽ വന്ന പണമുണ്ട്, ഇവിടെ നിന്ന് ബാങ്കിൽ നിന്ന് പോയ തുകയുണ്ട്. അതെല്ലാം കൂട്ടിക്കിഴിച്ച് എത്ര രൂപ നഷ്ടപ്പെട്ടു എന്ന് അറിയണമെങ്കിൽ സ്വാഭാവികമായും ഈ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. പക്ഷേ കൃത്യമായ ആസൂത്രണം ഈ മോഷണത്തിന് പിന്നിൽ. സൂരജ്, ഈ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ജീവനക്കാർ പറയുന്നുണ്ടോ? നിലവിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഈ ഉച്ചയ്ക്കാണ് ഈ മോഷണം നടന്നതെങ്കിൽ പോലും അതിന്റെ വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുള്ളൂ. പോലീസ് അടക്കം ഈ മേഖലയിലേക്ക് എത്തി ഈ ജീവനക്കാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം വിവരങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ഈ സംഘത്തിൽ എന്ന അടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം പോലീസ് പ്രാഥമികമായി ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. അതായത് ഇവരുടെ കയ്യിൽ ഒരു കത്തിയാണ് ഉണ്ടായിരുന്നെന്നുള്ളതാണ് ജീവനക്കാരൻ പറയുന്നത്. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. സൂരജ് പറയുന്നത് പോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു വലിയ കോടികളുടെ ഒരു മോഷണം നടന്നത് നമുക്കറിയാമല്ലോ കണ്ണൂരിൽ. ഇത് കൃത്യമായ വിവരങ്ങൾ അറിയുന്ന അയൽവക്കത്ത് തന്നെ താമസിച്ചിരുന്ന ഒരാളാണ് മോഷണം നടത്തിയതെന്ന് പിന്നീട് അറിഞ്ഞു. ഈ പല ബാങ്കുകളിൽ ഇതുപോലെ മോഷണമൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ബാങ്കിന്റെ ഇടപാടുകളെക്കുറിച്ച് അല്ലെങ്കിൽ ബാങ്കിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൃത്യമായി അറിഞ്ഞു വച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് വന്ന് മോഷ്ടിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ഇത് അത്തരത്തിൽ ഉള്ള ഒന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കത്തി കാണിച്ചു എന്ന് പറയുമ്പോഴും എത്ര പേരുണ്ടായിരുന്നു എന്ന വിഷയം അതിൽ വ്യക്തത വരാനുണ്ട്. ഒപ്പം തന്നെ ഈ 2 ജീവനക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അവരെ ബന്ദികളാക്കിയിരിക്കുന്നു. അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും അവിടെ പരിശോധന നടക്കുകയാണോ? ഇപ്പോഴും ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് സ്മിത. അതായത് പോലീസ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ മേഖലയിലെത്തി ഇപ്പോൾ ഈ തെരച്ചിൽ, അതായത് ഈ വിശദമായ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പണം എത്രത്തോളം തുക നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാത്രമാണ് എത്ര രൂപ പോയി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതായത് സ്മിത, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു യുവാവ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇയാൾ ഒരു ജാക്കറ്റൊക്കെ ധരിച്ച് മുഖംമൂടി ധരിച്ചാണ് വന്നത്. ഇയാൾ കാര്യമായ രീതിയിൽ സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഈ കാര്യമായ സംസാരം ഉണ്ടായിരുന്നില്ല. മറ്റ് ഭാഷയിലാണ് സംസാരിച്ചത്, മലയാളത്തിലല്ല എന്നുള്ളതാണ് ജീവനക്കാർ ഇപ്പോൾ ഈ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇപ്പോൾ കൃത്യമായ വിവരം, മോഷണത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒരാളുടെ നേതൃത്വത്തിൽ, അതായത് ജാക്കറ്റും മുഖംമൂടിയും ധരിച്ചെത്തിയ ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ മോഷണം നടന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ജീവനക്കാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതുപ്രകാരമുള്ള അന്വേഷണമാണ്. ഇതിനോടകം തന്നെ ഒരു സുപ്രധാന വിവരം നമുക്ക് ലഭിക്കുന്നത്, മോഷ്ടാവിന് വേണ്ടി പല പാതകളിൽ ഇതിനോടകം തന്നെ പ്രധാന റോഡുകളിലടക്കം പോലീസിനെ അലേർട്ട് ചെയ്തിരിക്കുന്നു, തെരച്ചിലുകൾ തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ ചാലക്കുടിയിൽ നിന്ന് പ്രതിക്ക് രക്ഷപ്പെടാൻ സഹായം ഒരുക്കാനുള്ള ഒരു പാത എന്ന് പറയുന്നത് ചാലക്കുടിയിൽ നിന്ന് അന്തർ സംസ്ഥാന പാതയായുള്ള മലക്കപ്പാറ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിലടക്കം പോലീസിന്റെ പരിശോധന, ശക്തമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ പഴുതടച്ചുള്ള ഒരു വാഹന പരിശോധനയിലേക്ക് ഈ ഘട്ടത്തിൽ പോലീസ് മാറുന്നു. തൃശൂർ ജില്ലയിലെ മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്കടക്കം ഇപ്പോൾ ഈ അലേർട്ടുകൾ അടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഒരു യുവാവ്, അതായത് മോഷ്ടാവ് ഒരാൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മുഖംമൂടി ധരിച്ച് അതോടൊപ്പം തന്നെ ഒരു കറുത്ത കോട്ടടക്കം ധരിച്ചാണ് ഈ മോഷ്ടാവ് ഇവിടെ എത്തിയത്. അവിടെ എത്തി കൃത്യമായ രീതിയിൽ, അതായത് കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, ഈ കത്തി ഉപയോഗിച്ച് മാനേജറെ ഭീഷണിപ്പെടുത്തുന്നു, ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്നു. ആ സമയം മറ്റ് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഈ ബാങ്കിന് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനില്ല എന്ന വിവരം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നുള്ളതാണ് പറയുന്നത്. ഏറെക്കാലമായി ഇവിടെ ഈ ബാങ്കിന് സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വർണവും പണവും ഒക്കെ ആ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ഉറപ്പാണ്. അത്തരത്തിലുള്ള കണക്കുകളൊക്കെ ബാങ്കും അവരുടെ ഉദ്യോഗസ്ഥരും ഒക്കെ എടുക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള വിവരശേഖരണമാണ് ഇപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാരും പോലീസും ചേർന്നുകൊണ്ട് എത്ര രൂപയുടെ നഷ്ടമാണ്, അതായത് ഇത് ക്യാഷ് കൗണ്ടറിലാണ് ഇപ്പോൾ ഈ മോഷണം നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ കൂടുതൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പണം മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. ഈ ക്യാഷ് കൗണ്ടറിലേക്കാണ് ഈ പ്രതി എത്തുന്നത്. ആ സമയം ക്യാഷ് കൗണ്ടറിൽ ജീവനക്കാരുണ്ടായിരുന്നു, മാനേജർ ഉണ്ടായിരുന്നു. ഇരുവരെയുമാണ് ഈ കത്തി കാട്ടിക്കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത്. പിന്നീട് ഈ ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ചാണ് ഈ മോഷ്ടാവ് അതിനകത്തേക്ക് കയറുന്നതെന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഈ ക്യാഷ് കൗണ്ടറിന്റെ ഡോർ അടച്ചിരുന്നില്ല. അവിടെ ഒരു കസേര വെച്ച്, ഈ കസേരയുടെ ഹാൻഡിലിൽ ഇത് ലോക്ക് ചെയ്ത വെച്ച് നിലയിലായിരുന്നു ഈ ക്യാഷ് കൗണ്ടറിന്റെ ഡോർ ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ കാണാറുള്ള ഒരു കാര്യം, ഉച്ച സമയത്ത് നമ്മൾ ചെല്ലുവാണെങ്കിൽ, അവരുടെ ലഞ്ച് ബ്രേക്കിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ഒരു ഷട്ടർ ഉണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷട്ടർ ഇട്ടിട്ട് അതിലൊരു ചങ്ങല വെച്ച് അവർ ബന്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് സാധാരണ കാണാറ്. നമ്മൾ ചെല്ലുമ്പോൾ കസ്റ്റമർ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് തുറന്ന് കടന്ന് ചെല്ലാനുള്ള, അത് ജീവനക്കാരെങ്കിലും അലോ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഉണ്ടാകും തീർച്ചയായിട്ടും. അങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. ഇതിപ്പോൾ ലഞ്ച് ബ്രേക്കിന് അങ്ങനെ പോയിരുന്നെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അതായത് എന്തെങ്കിലും തരത്തിലൊന്ന് അടയ്ക്കുകയോ പകുതി ചാരുകയോ അതൊന്നും ചെയ്തിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഇത്ര എളുപ്പമാണോ ഒരു ബാങ്കിൽ ഒരാൾക്ക് കയറി ചെന്ന് ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മോഷണം നടത്താൻ? ഇത്ര എളുപ്പമാണോ? നിക്ഷേപകർ ഇത്രയും സുരക്ഷയുണ്ടെന്ന് കരുതുന്ന ബാങ്കുകളിൽ ഇതാണോ സ്ഥിതി? അത് തന്നെയാണ് എവരെയും അമ്പരപ്പിക്കുന്നത്. വലിയ സുരക്ഷയുണ്ട് എന്ന് കരുതിയ ബാങ്കിലാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ചുകൊണ്ട് എളുപ്പത്തിൽ ഒരു കവർച്ച നടത്താൻ ഒരു മോഷ്ടാവിനെ, കേവലം ഒരാൾക്ക് മാത്രം സാധിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. കാരണം ഒരാളാണ് ഈ കത്തിയുമായി ഇതിനകത്തേക്ക്, ബാങ്കിനകത്തേക്ക് കയറുന്നത്. എന്നിട്ട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന മാനേജറും അതോടൊപ്പം തന്നെ ഈ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന ജീവനക്കാരനെയുമാണ് ഭീഷണിപ്പെടുത്തി വളരെ എളുപ്പത്തിൽ ഈ പണവും കവർന്ന ഈ മോഷ്ടാവ് രക്ഷപ്പെടുകയും ചെയ്തു. ആ ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ചത് അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന ഒരു സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ വീഴ്ച അത് സംഭവിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്.